ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് വേർ ലൊക്കേഷൻ ഓഫ് സപ്ലയർ ആൻഡ് റെസിപ്പിയന്റ് ഈസ് ഇൻ ഇന്ത്യ സെക്ഷൻ 12 ഓഫ് ദി IGST ആക്ട് പഠിക്കാം. തയ്യാറാണോ? റെഡിയാണോ പഠിക്കാൻ? അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചധികം പ്രൊവിഷൻസ് ഇവിടെ പഠിക്കാനുണ്ട്, കുറച്ചധികം സെക്ഷൻസ് പഠിക്കാനുണ്ട്. പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സിനെ വെച്ച് നോക്കുമ്പോൾ എക്സാമിന് അല്പം ഡിഫിക്കൽട്ടി ആയിട്ട് വരുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കൂടുതലും ചോദിച്ചു കാണാറുള്ളത്. അപ്പൊ അത് എല്ലാ കുട്ടികളും പഠിച്ചുകൊണ്ടൊക്കെ പോകും, പക്ഷെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ബ്ലാങ്ക് ആയി പോകുന്ന സിറ്റുവേഷൻ ആണ് നിലവിലുള്ളത്. അപ്പൊ നമുക്കത് മാറ്റണം. ഏത് ചോദിച്ചാലും ചെയ്യാനായിട്ട് പറ്റണം. അതിനുവേണ്ടി കുറെ എക്സാമ്പിൾസ് സഹിതം ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക. പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 12 സബ്സെക്ഷൻ 2 ആണ്. സെക്ഷൻ 12 ക്ലിയർ ആണല്ലോ അല്ലേ? സെക്ഷൻ 12 സെക്ഷൻ 2 ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് എല്ലാ സർവീസുകളും അതായത് നമ്മൾ സെക്ഷൻ 12 സബ്സെക്ഷൻ 3 മുതൽ 14 വരെ ഉണ്ട്. 14 വരെ അതൊഴികെയുള്ള സർവീസുകളാണ് കേട്ടോ. അതൊഴികെയുള്ള ബാക്കി എല്ലാ സർവീസുകളുടെയും പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് വേണ്ടിയിട്ടാണെങ്കിൽ ആ രജിസ്റ്റേർഡ് പേഴ്സന്റെ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ആ രജിസ്റ്റേർഡ് പേഴ്സന്റെ ലൊക്കേഷൻ എവിടെയാണോ അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. പറഞ്ഞ മനസ്സിലായോ? ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഫേം ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, ആ സർവീസ് അവൈൽ ചെയ്യുന്ന ആള് രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ ആ രജിസ്റ്റേർഡ് പേഴ്സന്റെ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി അതർ ദാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ, ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോ നമ്മൾ ഒരു കാര്യം ചെക്ക് ചെയ്യണം. സപ്ലയറിന്റെ കയ്യിൽ ഈ റെസിപ്പിയന്റിന്റെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടോന്ന്, റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള കൃഷ്ണപ്രിയക്ക് ഗുഡ്സ് വിൽക്കും, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ കൃഷ്ണപ്രിയയുടെ അഡ്രസ് എന്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? കൃഷ്ണപ്രിയയുടെ അഡ്രസ് പ്ലേസ് ഓഫ് സപ്ലൈ എടുക്കാം, കൃഷ്ണപ്രിയയുടെ ലൊക്കേഷൻ പ്ലേസ് ഓഫ് സപ്ലൈ എടുക്കാം. ഇനി അഡ്രസ് ഇല്ലെങ്കിലോ ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ആണ് പ്ലേസ് ഓഫ് സപ്ലൈ. ക്ലിയർ ആയോ? അൺരജിസ്റ്റേർഡ് പേഴ്സണ് ഞാൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അയാളുടെ അഡ്രസ് എന്റെ കയ്യിലുണ്ടെങ്കിൽ അയാളുടെ ലൊക്കേഷൻ, റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ എനിക്ക് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കാം. നേരെ മറിച്ച് ആ റെസിപ്പിയന്റിന്റെ അഡ്രസ് എന്റെ കയ്യിൽ ഇല്ലെങ്കിലോ എന്റെ സ്ഥലമാണ്, എന്റെ ലൊക്കേഷൻ ആണ് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഉറപ്പാണേ? ഓക്കെ, നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ ചെയ്യാം ആദ്യം. എന്താ? ഓക്കെ, A provides designing services to an advertisement company. A എന്ന് പറയുന്ന വ്യക്തി ഡിസൈനിങ് സർവീസസ് ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. A എന്ന് പറയുന്ന വ്യക്തി ഡിസൈനിങ് സർവീസസ് ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ദ റെസിപ്പിയന്റ് കമ്പനി ഈസ് എ രജിസ്റ്റേർഡ് പേഴ്സൺ. കണ്ടോ? അതായത് ആ അഡ്വർടൈസ്മെന്റ് കമ്പനി, റെസിപ്പിയന്റ് കമ്പനി രജിസ്റ്റേർഡ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെ ആവുമ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞു. റെസിപ്പിയന്റിന്റെ സ്ഥലം അല്ലെ? അതായത് അഡ്വർടൈസ്മെന്റ് കമ്പനി എവിടെയാണോ ഉള്ളത് ആ സ്ഥലം, അതായത് ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയന്റ്. The location of the advertisement company will be the place of supply. അഡ്വർടൈസ്മെന്റ് കമ്പനിയുടെ റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ എവിടെയാണോ അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് എക്സാമ്പിൾ 2 നോക്കാം. മിസ്റ്റർ എ സപ്ലൈസ് സർവീസസ് ടു മിസ്റ്റർ ബി ഇൻ ഇന്ത്യ. മിസ്റ്റർ എ സർവീസസ് കൊടുക്കുകയാണ് ആർക്ക്? ഇന്ത്യയിലുള്ള മിസ്റ്റർ ബിക്ക്. മിസ്റ്റർ ബി എന്ന് പറയുന്ന ആള്, അതായത് റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് അല്ലെന്ന് പറയുന്നു. പക്ഷെ സപ്ലയറുടെ കയ്യില് ബിയുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ വരുമ്പോ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ ഏതാണോ അത് തന്നെ. കാരണം എന്താ?
അഡ്രസ്സും കാര്യങ്ങളും സപ്ലയറിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് മിസ്റ്റർ ബി റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ തന്നെയായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ക്ലിയർ അല്ലേ? അടുത്ത എക്സാമ്പിൾ 3 നോക്കി. എ ബാർബർ പ്രൊവൈഡ്സ് സർവീസസ് ടു സോ മെനി കസ്റ്റമേഴ്സ് ഡെയിലി. ഒരു ബാർബർ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു, കുറെ അധികം കസ്റ്റമേഴ്സ് ഡെയിലി വന്നു പോകുന്നതാണ് ഒരു ബാർബർ ഷോപ്പ് എന്ന് പറയുന്നത്. ബട്ട് ഹി ഡസ് നോട്ട് റെക്കോർഡ് ദർ നെയിംസ് ആൻഡ് അഡ്രസ്. ബാർബർ ഷോപ്പിൽ പോകുന്ന വ്യക്തികളുടെ പേരും അഡ്രസ്സും അയാൾ അവിടെ കൊടുക്കാറുണ്ടോ? ഇല്ല. അങ്ങനെ വരുമ്പോ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? ബാർബറിന്റെ ലൊക്കേഷൻ. അൺരജിസ്റ്റേർഡും ആണ്. സാഹചര്യം കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അൺരജിസ്റ്റേർഡും ആണ്. പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ദ ലൊക്കേഷൻ ഓഫ് ബാർബർ. സപ്ലയറിന്റെ ലൊക്കേഷൻ എവിടെയാണോ, റെസിപ്പിയന്റിന്റെ അല്ല, സപ്ലയറിന്റെ ലൊക്കേഷൻ എവിടെയാണോ അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. കത്തിയോ? മനസ്സിലായി. എന്തെങ്കിലും ഡൗട്ട് എവിടെങ്കിലും? ഇല്ല, മനസ്സിലായി. ശരി, അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്ത സെക്ഷനിലേക്ക് പോകാം. Section 12, subsection 3. In relation to an immovable property or by way of accommodation in such a property. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഫോർ എക്സാമ്പിൾ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരുടെ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാണെന്നുള്ളതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ ഉള്ളത്. ഓക്കെ, അതായത് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട സർവീസുകൾ എന്ന് പറയുമ്പോൾ ആർക്കിടെക്റ്റുകൾ വരും, അതുപോലെ ഇന്റീരിയർ ഡെക്കറേറ്റേഴ്സ് വരും, സർവേയേഴ്സ് വരും, എഞ്ചിനീയേഴ്സ് വരും, അതർ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പേർട്സ് വരും, എസ്റ്റേറ്റ് ഏജന്റുമാർ വരും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി യൂസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി യൂസ് ചെയ്യാനുള്ള നമ്മൾ റൈറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുമെല്ലാം ഈ ഒരു സെക്ഷൻ 12 സെക്ഷൻ 3 ക്ലോസ് എയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇവിടെ എങ്ങനെയാണ് നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ പ്ലേസ് ഓഫ് സപ്ലൈ കണ്ടുപിടിക്കുക? ഇവിടെ എങ്ങനെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ കണ്ടുപിടിക്കുക? ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയന്റ്, ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയന്റ്, ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ. ആണോ? അല്ല. ശ്രദ്ധിച്ചോളൂ, ഈ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്യപ്പെടുന്നത്, ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈ ആർക്കിടെക്ചറൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ബിൽഡിംഗ് എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ക്ലിയർ ആയോ? ആണല്ലോ, ഉറപ്പാണേ? അതൊരു കേസ്. സെക്ഷൻ 12 സബ്സെക്ഷൻ 3 ക്ലോസ് എ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി ക്ലോസ് ബി പറയാൻ പോവാം. ഒരു ഹോട്ടലിൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാണ്, അത്ര ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേയിൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാണ്. അങ്ങനെ വരുമ്പോ ആ ഹോം സ്റ്റേ അല്ലെങ്കിൽ ആ ഒരു ലോഡ്ജ് അല്ലെങ്കിൽ ആ ഒരു ഹോട്ടൽ എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ആ സ്ഥലമായിരിക്കും ഏത്? പ്ലേസ് ഓഫ് സപ്ലൈ. ആ സ്ഥലം ക്ലിയർ ആയോ? ഇനി by way of accommodation in any immovable property for organizing any marriage reception or matters related thereto, official or social, cultural, religious or business function including services provided in relation to such function at such property. അതായത് ഇപ്പൊ ഞാൻ ഡൽഹിയിലുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ ഒരു മകളുടെ മാരേജ് ഞാൻ എവിടെയാ കൊൽക്കത്ത വെച്ച് നടത്താനായിട്ട് തീരുമാനിക്കുകയാണ്. മാരേജ് ഫംഗ്ഷൻ, മാരേജ് സെറമണി ഞാൻ കൊൽക്കത്ത വെച്ച് നടത്താനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ വരുമ്പോ ആ ഇവന്റ് എവിടെയാണോ നടക്കുന്നത്, ആ മാരേജ് സെറമണി എവിടെയാണോ നടക്കുന്നത് ആ പ്ലേസ് ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, എക്സാമ്പിൾ പോവാം. സെക്ഷൻ 12 GST. സെക്ഷൻ 12 സെക്ഷൻ 3 ക്ലോസ് എ. എക്സ് പ്രൊവൈഡഡ്, എക്സ് എന്ന് പറയുന്ന ആള് ആർക്കിടെക്ചറൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ആർക്ക്? ഡൽഹിയിലുള്ള വൈക്ക്. എക്സ് എന്ന് പറയുന്ന ആള് ആർക്കിടെക്ചറൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ആർക്കാ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? വൈക്ക്, ഡൽഹിയിലുള്ള വൈക്ക്.
എക്സും വൈയും രജിസ്റ്റേർഡ് ആണെന്നും പറയുന്നുണ്ട്. എക്സും വൈയും രജിസ്റ്റേർഡ് ആണെന്നും പറയുന്നുണ്ട്. എക്സിന്റെ പ്ലേസ് ഓഫ് ബിസിനസ് നാഗ്പൂർ ആണ്. എക്സിന്റെ പ്ലേസ് ഓഫ് ബിസിനസ് നാഗ്പൂർ ആണ്. പക്ഷെ അയാളുടെ ബിൽഡിംഗ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഡൽഹിയിലാണ്. പ്ലേസസ് അപ്പൊ ഏതായിരിക്കും? ഡൽഹി. ഡൽഹി. കാരണം എന്താ? അവിടെ ഡൽഹിയിലാണ് അത്. ഡൽഹിയിലാണ് ആ ഒരു ഇമ്മോബിൾ പ്രോപ്പർട്ടി ഉള്ളത് അല്ലേ? അതുകൊണ്ട് തന്നെ ഡൽഹി ആയിരിക്കും പ്ലേസസ് ഓഫ്. സംശയമില്ലല്ലോ? ഇല്ല. ഡൗട്ട് ഉണ്ടോ? ഇല്ല ഇല്ല, മനസ്സിലായി. അടുത്ത എക്സാമ്പിൾ, സുരേഷ് എന്ന് പറയുന്ന ആള് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അയാളുടെ പ്ലേസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് അഹമ്മദാബാദ്, ഗുജറാത്ത് ആണ് അഹമ്മദാബാദ്. ഹി വിസിറ്റ്സ് മുംബൈ ഫോർ ബിസിനസ് പർപ്പസ് ആൻഡ് സ്റ്റേസ് ഇൻ എ ഹോട്ടൽ ദെയർ. ആ വ്യക്തി, അതായത് അഹമ്മദാബാദ് ഗുജറാത്തില് പ്ലേസ് ഓഫ് ബിസിനസ് ഉള്ള സുരേഷ് എന്ന് പറയുന്ന ആള്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള സുരേഷ് എന്ന് പറയുന്ന ആള് എവിടേക്ക് വരികയാണ്? മുംബൈയിലേക്ക് വരികയാണ്. എന്നിട്ട് അവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുക ബിസിനസ് പർപ്പസിന്. ഏതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ? മുംബൈ. ഏതായിരിക്കും? മുംബൈ. കാരണം ആ ഹോട്ടല് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന എവിടെ? ആ ഒരു ഇമ്മോബിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന മുംബൈയിലാണ്. സോ പ്ലേസ് ഓഫ് സപ്ലൈ മുംബൈ. ക്ലിയർ അല്ലേ? അതെ. അടുത്ത എക്സാമ്പിൾ, എ എന്ന് പറയുന്ന ഒരു റിച്ച് ബിസിനസ് മാൻ ആണ്. എ എന്ന് പറയുന്ന ആള് ഡൽഹിയിലുള്ള ആളാണ്. അയാൾ വലിയ ബിസിനസ് മാൻ ആണ്, റിച്ച് ആണ്. അയാളുടെ കുട്ടിയുടെ മാരേജ്, അയാളുടെ മോളുടെ മാരേജ് അയാള് ഉദയ്പൂർ ഫോർട്ടിൽ വെച്ച് നടത്തുകയാണ്, രാജസ്ഥാനില്. അങ്ങനെയാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? രാജസ്ഥാൻ. കാരണം എന്താ? അവിടെ വെച്ചിട്ട് ആ ഒരു മാരേജ് സെറിമണി നടക്കുന്നത് എവിടെയാണോ ആ സ്ഥലമായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ ഉണ്ട്, പറയാം, ശ്രദ്ധിച്ചോളൂ. ഇതൊക്കെ വേണമെങ്കിൽ എക്സാമിന് കയറി ചോദിച്ചേക്കാം, ശ്രദ്ധിച്ചോണേ. എ ഹോട്ടൽ ചെയിൻ എക്സ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ, ചെയിൻ എക്സ് charges a consolidated sum of 30,000 for stay in its two establishment in Delhi and Agra. അതായത് ചെയിൻ എക്സിന് 2 ഹോട്ടലുകളുണ്ട്, ഡൽഹിയിലും ആഗ്രയിലും. ഓക്കെ, ഡൽഹിയിലും ആഗ്രയിലും. അപ്പോ ഈ രണ്ടിടത്തും താമസിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇയാൾ മേടിക്കുന്നത് 30,000 രൂപയാണ്. ഡൽഹിയിലും ആഗ്രയിലും ഈ ചെയിൻ എക്സിന് എന്തുണ്ട്? ബ്രാഞ്ചുകളുണ്ട്, എസ്റ്റാബ്ലിഷ്മെന്റുകളുണ്ട്. ഈ രണ്ടിടത്തും താമസിക്കുന്നതിന് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് 30,000 രൂപയാണ്. ക്ലിയർ ആണോ? കൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ. ഇയാള് 2 നൈറ്റ് എവിടെയാ താമസിക്കുന്നത്? ഡൽഹിയിലാണ്. 2 നൈറ്റ്സ് ഡൽഹിയിൽ തങ്ങുന്നു. ആഗ്രയില് ഒരു നൈറ്റ്. ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാണ്? ഡൽഹിയാണോ ആഗ്രയാണോ എന്നാണ് ചോദ്യം. ഡൽഹിയും ആഗ്രയും എന്താണ്? പ്ലേസ് ഓഫ് സപ്ലൈ ആണ് കേട്ടോ. രണ്ടിടത്തും ഈക്വൽ ആയിട്ട് സപ്ലൈസ് നടക്കുന്നുണ്ട്, സപ്ലൈ ഓഫ് സർവീസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 സ്റ്റേറ്റുകളും നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ 30,000 നമ്മൾ എങ്ങനെ, ഇതിന്റെ വാല്യൂ സപ്ലൈ എങ്ങനെ കണ്ടുപിടിക്കുക? ഏത് റേഷ്യോയിൽ കണ്ടുപിടിക്കും? 2:1. അതായത് 2 നൈറ്റ് എവിടാ തങ്ങിയത്? ആഗ്രയില്, സോറി ഡൽഹിയില്. ഒരു നൈറ്റ് എവിടാ തങ്ങിയേ? ആഗ്രയില്. ഈ 30,000 എന്ന് പറയുന്നത് നമ്മൾ ഏത് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുക? 2:1 എന്നുള്ള റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുക. ഓക്കെ. അപ്പൊ ഇയാൾക്ക് ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന എത്ര രൂപയായിരിക്കും? 20,000 രൂപ അല്ലെ? ആഗ്രയിൽ നിന്ന് കിട്ടുന്ന എത്ര രൂപയായിരിക്കും? 10,000. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്തേ ഉള്ളൂ, പ്രപ്പോർഷനേറ്റ് ആയിട്ട് അപ്പോർഷൻ ചെയ്തേ ഉള്ളൂ. ഓക്കെ ആണോ? ഉറപ്പാണേ? എന്നാ അടുത്ത പറയണേ. There is a piece of land of area 20,000 square feet which is partly in state 1, 12,000 square feet, and partly in state S2, say 8,000 square feet. മൊത്തത്തിൽ നമുക്കുള്ള ലാൻഡ് എന്ന് പറയുന്നത് 20,000 സ്ക്വയർ ഫീറ്റ് ആണ്. മൊത്തത്തിൽ നമുക്കുള്ള ലാൻഡ് എന്ന് പറയുന്നത് എത്ര സ്ക്വയർ ഫീറ്റാ? 20,000 സ്ക്വയർ ഫീറ്റ്. അതില് പകുതിയല്ല, ഒരു 12,000 സ്ക്വയർ ഫീറ്റ് എവിടെയാ ഉള്ളത്? സ്റ്റേറ്റ് 1. ബാക്കി 8,000 സ്ക്വയർ ഫീറ്റ് ആണ് എവിടെയുള്ളത്?
സ്റ്റേറ്റ് 2 ക്ലിയർ? ആ. മൊത്തം 20,000 സ്ക്വയർ ഫീറ്റ്. അതില് 12,000 സ്ക്വയർ ഫീറ്റ് S1-ലും 8,000 സ്ക്വയർ ഫീറ്റ് S2-ലുമാണ് അല്ലേ? അതെ. സൈറ്റ് എന്തോ ഒരു വർക്ക് കണ്ടക്ട് ചെയ്യാൻ പോവാണ് അവിടെ. ആ സൈറ്റില് എന്തോ വർക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് പോവാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയൊക്കെ ആയിരിക്കും? S1-ഉം S2-ഉം വരുമോ? അതോ S1-ഓ അല്ലെങ്കിൽ S2-ഓ മാത്രമേ ഉള്ളൂ? S1-ഉം S2-ഉം വരും. S1-ഉം S2-ഉം നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കണം. ഏത് റേഷ്യോയിലാണ് ഇവിടുത്തെ വാല്യൂ ഓഫ് സപ്ലൈ നമ്മൾ കാണുക? ഡിവൈഡ് ചെയ്യുക. 3:2. ഒരു 10 ലക്ഷം രൂപയുടെ കോൺട്രാക്ട് ആണെന്ന് വിചാരിച്ചോ. 10 ലക്ഷം രൂപയുടെ കോൺട്രാക്ട് ആണ്. ഏത് റേഷ്യോയിൽ വീതിക്കും? ഏത് റേഷ്യോയിൽ വീതിക്കും? 12,000 സ്ക്വയർ ഫീറ്റ് 8,000 സ്ക്വയർ ഫീറ്റ് ഈ റേഷ്യോയിൽ വീതിക്കല്ലോ. അതായത് 12:8. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 3:2. ഈ റേഷ്യോയിൽ നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ ഓഫ് സപ്ലൈ അപ്പോർഷൻ ചെയ്യാം. സോ രണ്ട് സ്റ്റേറ്റിലും എന്ത് വരും? പ്ലേസ് ഓഫ് സപ്ലൈ വരും. ഓക്കെ. അടുത്ത എക്സാമ്പിൾ. കമ്പനി സി പ്രൊവൈഡ്സ് ദ സർവീസ് ഓഫ് 24 hours അക്കോമഡേഷൻ ഇൻ എ ഹൗസ് ബോട്ട്. നമ്മുടെ കമ്പനി സി 24 മണിക്കൂർ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നവരാണ് ഹൗസ് ബോട്ടിൽ. ഓക്കെ, 24 മണിക്കൂർ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നവരാണ് എവിടെ? ഹൗസ് ബോട്ടിൽ. മൂവൽ പ്രോപ്പർട്ടി ആണ്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബോത്ത് ഇൻ കേരള ആൻഡ് കർണാടക. ഈ ഹൗസ് ബോട്ട് കേരളത്തിലും കർണാടകത്തിലും ഒരേപോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഹൗസ് ബോട്ടാണ്. ഓക്കെ, 22 മണിക്കൂർ. കൃഷ്ണപ്രിയ കേൾക്കുന്നുണ്ടോ? 22 മണിക്കൂർ ഇവര് കേരളത്തിൽ സ്റ്റേ ചെയ്യുന്നു എന്ന് പറയുന്നു. 24-ല് 22 മണിക്കൂർ ഇവര് കേരളത്തിൽ സ്റ്റേ ചെയ്യുന്നു. ബാക്കി 2 മണിക്കൂർ കർണാടകത്തിലാണ് സ്റ്റേ ചെയ്യുന്നത്. പ്ലേസ് ഓഫ് സപ്ലൈ എത്രയായിരിക്കും? ഏതൊക്കെയായിരിക്കും? കേരളവും കർണാടക. പ്ലേസ് ഓഫ് സപ്ലൈ കേരള, കർണാടക. ഒരു 2 മണിക്കൂറേ ഉള്ളെങ്കിൽ പോലും നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഏത് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കും വാല്യൂ ഓഫ് സപ്ലൈ? 22:2 അല്ലെങ്കിൽ 11:2. സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 1. ഈ റേഷ്യോയിൽ എന്ത് ചെയ്യാം? നമുക്ക് വാല്യൂ ഓഫ് സർവീസ് വീതിച്ചു കൊടുക്കാം, അപ്പോർഷൻ ചെയ്യാം. ഓക്കെ, ഇനി കുറച്ച് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. എക്സാമ്പിൾസ് ആണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. Mr. X of Chennai hired the service of interior decorator Mr. Y of Surat for redoing his home in Singapore. നമ്മുടെ എക്സ് എന്ന് പറയുന്ന ആള് ചെന്നൈയിലുള്ള വ്യക്തിയാണ്. അയാള് ഒരു ഇന്റീരിയർ ഡെക്കറേറ്ററെ ഹയർ ചെയ്യാണ്. മിസ്റ്റർ വൈ എന്ന് പറയുന്ന ഒരു ഇന്റീരിയർ ഡെക്കറേറ്റർ എന്ത് ചെയ്യാണ്? ഹയർ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാ? എക്സിന്റെ ഒരു വീട് എവിടെയുണ്ട്? സിംഗപ്പൂർ ഉണ്ട്. സിംഗപ്പൂർ അതെന്ത് ചെയ്യാൻ? റീഡൂയിങ്, റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിട്ട്. അങ്ങനെ വരുമ്പോ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? ഇവിടെ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഔട്ട്സൈഡ് ഇന്ത്യയിൽ ആയതുകൊണ്ട്, സാധാരണ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ ആണ് നമ്മൾ പറയാറുള്ളത് അല്ലേ? പക്ഷെ ഇത് ഔട്ട്സൈഡ് ഇന്ത്യ ആയതുകൊണ്ട് ആ റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ ഏതാണോ അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ആർക്ക് വേണ്ടിയാണ് മിസ്റ്റർ വൈ ഇന്റീരിയർ ഡെക്കറേഷൻ ചെയ്യുന്നത്? മിസ്റ്റർ എക്സിന് വേണ്ടിയല്ലേ? അയാളല്ലേ റെസിപ്പിയന്റ്. സോ അയാളുടെ സ്ഥലമായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ചെന്നൈ. ക്ലിയർ ആണോ? അതെ, ക്ലിയർ. Atul of Delhi entered into a lease agreement with Manish of Delhi. അതുൽ എന്ന് പറയുന്ന ആള് ഡൽഹിയിലുള്ള വ്യക്തിയാണ്. അയാൾ നമ്മുടെ ഡൽഹിയിലുള്ള മനീഷുമായിട്ടൊരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഒരു ലീസ് എഗ്രിമെന്റ് ആണ്. എന്താണ് ആ ലീസ് എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്നത്? അതുല് അയാളുടെ ഫാം ആർക്ക് കൊടുക്കുകയാണ്? ലീസിന് മനീഷിന് കൊടുക്കുകയാണ്. പക്ഷെ ഫാം എവിടെ ഉള്ളത്? ഫരീദാബാദിലാണുള്ളത്. ഫരീദാബാദ് കേട്ടോ. രണ്ടുപേരും ഡൽഹിയിലുള്ള ആൾക്കാരാണ്. അതുലും ഡൽഹിയിലുള്ള ആളാണ്, മനീഷും ഡൽഹിയിലുള്ള ആളാണ്. ഡൽഹിയിലുള്ള അതുലിന്റെ ഉടമസ്ഥതയിലുള്ള ഫാം, ഫരീദാബാദിലുള്ള ഫാം മനീഷിന് ലീസിന് കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോ ലൊക്കേഷൻ ഏതായിരിക്കും?
ഔട്ട്സൈഡ് ഇന്ത്യ ആണോ? അല്ലല്ലോ. ആണോ? നോക്കട്ടെ ഒരു മിനിറ്റ്. ഫരീദാബാദിൻ ഹരിയാനയാണ്. ഫരീദാബാദിൻ ഹരിയാന. ഓക്കെ. അപ്പോ ഇത് ഉപയോഗിക്കാനുള്ള ഒരു റൈറ്റ് കൊടുക്കുകയാണ് അല്ലെ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി യൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് കൊടുത്തിരിക്കുകയല്ലേ അവിടെ അതുല് മനീഷിന്, ആണോ? അങ്ങനെ വരുമ്പോ നമ്മൾ അത് പറഞ്ഞിരുന്നല്ലോ, റൈറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എവിടെയാണോ അത് തന്നെ, അത് തന്നെയാ. ഫരീദാബാദ് ഇന്ത്യയിലാണ്. സോ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എവിടെയാണോ ഉള്ളത് ആ പ്ലേസ്. സംശയമുണ്ടോ? ഇല്ല, മനസ്സിലായി. അടുത്തത്, ഷാരൂഖ് ഖാൻ ഓഫ് മുംബൈ പർച്ചേസ്ഡ് എ ബംഗ്ലാവ് ഇൻ USA. മുംബൈയിലുള്ള ഷാരൂഖ് ഖാൻ USA ഉള്ള ഒരു ബംഗ്ലാവ് പർച്ചേസ് ചെയ്യാണ്. USA ഒരു ബംഗ്ലാവ് പർച്ചേസ് ചെയ്യാണ്. He hires Bangalore-based architect to design a structure for his bungalow. അപ്പോ ഇതിന് ആർക്കിടെക്ചറൽ ഡിസൈൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റിനെ ആര് ഹയർ ചെയ്യുന്നു? ഷാരൂഖ് ഖാൻ ഹയർ ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? ഇവിടെ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഔട്ട്സൈഡ് ഇന്ത്യയിലല്ലേ ഉള്ളത്. അപ്പോ റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ അല്ലേ, ആർക്കിടെക്റ്റിന്റെ സർവീസ് ആരാണോ അവൈൽ ചെയ്തത് അയാളുടെ ലൊക്കേഷൻ മുംബൈ. പ്രശ്നമുണ്ടോ? ഇല്ല, മനസ്സിലായല്ലോ. ഇച്ചിരി പ്രശ്നമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. മനസ്സിലായെന്ന് പറയുന്നുണ്ടെങ്കിലും ഒന്നുകൂടെ ഒക്കെ നോക്കിയില്ലെങ്കിൽ, റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്ത് നോക്കിയില്ലെങ്കിൽ പാടായിരിക്കും. പ്രത്യേകിച്ച് ഇതിന്റെ PDF എടുക്കുന്നത് നല്ലതായിരിക്കും, ഹാർഡ് കോപ്പി എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഹാർഡ് കോപ്പി വെച്ച് തന്നെ കമ്പയർ ചെയ്ത് പഠിക്കണം. അടുത്തത്, മിസ്റ്റർ വിക്രം, ആൻ എംപ്ലോയി ഓഫ് വിരാജ് കമ്മ്യൂണിക്കേഷൻ, ഡൽഹി. നമ്മുടെ വിക്രം എന്ന് പറയുന്ന ആള് ഡൽഹിയിലുള്ള വിരാജ് കമ്മ്യൂണിക്കേഷൻ എംപ്ലോയി ആണ്. അയാൾ ഒരു ഒഫീഷ്യൽ ടൂറിന് പോവാണ് നാഗ്പൂരിലേക്ക്. അവിടെ തന്നെ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നു. കമ്പനിയുടെ പേരിലാണ് അയാൾ ബുക്ക് ചെയ്യുന്നത്. ഏതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ? നാഗ്പൂർ. ഹോട്ടൽ എവിടെയാണോ ഉള്ളത് ആ പ്ലേസ്. ഹോട്ടൽ എവിടെയാ? നാഗ്പൂർ. ഡൗട്ട്സ്? ഇല്ല. അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. Section 12, Subsection 4. Supply of service provided by restaurant and catering services, personal grooming, fitness, beauty treatment, health service including cosmetic and plastic surgery. അതായത് നിങ്ങളൊരു പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ കോസ്മെറ്റിക് സർജറി ചെയ്യാനായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക്, ഒരു ക്ലിനിക്കിലേക്ക് പോവാണ്, അല്ലെങ്കിൽ നിങ്ങൾ ജിം അടിക്കാനായിട്ട് ഒരു ഫിറ്റ്നസ് സെന്ററിലേക്ക് പോവാണ്. ആ സെന്ററുകൾ അല്ലെങ്കിൽ ആ ക്ലിനിക്കിന്റെ ലൊക്കേഷൻ എവിടെയാണോ ആ ഒരു ട്രീറ്റ്മെന്റ് പെർഫോം ചെയ്യപ്പെടുന്നത്, വർക്ക്ഔട്ട് ചെയ്യപ്പെടുന്നത്, ജിം ആണെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യപ്പെടുന്നത്, ആ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ലൊക്കേഷൻ ഓഫ് ദി പ്ലേസ് വെയർ സർവീസസ് ആർ ആക്ച്വലി പെർഫോംഡ്. എവിടെയാണോ ഈ സർവീസുകൾ പെർഫോം ചെയ്യപ്പെടുന്നത്, എക്സിക്യൂഷൻ നടക്കുന്നത്, ആ പ്ലേസ് ആയിരിക്കും ഏത്? പ്ലേസ് ഓഫ് സപ്ലൈ. ക്ലിയർ ആണല്ലോ? രണ്ട് സെക്ഷൻ പറഞ്ഞിട്ട് ഞാൻ എക്സാമ്പിളിലേക്ക് പോകാം. ഓക്കെ. സെക്ഷൻ 12, Subsection 5. Supply of service provided by way of training and performance appraisal too. അതായത് എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കും, പെർഫോമൻസ് അപ്രൈസൽ ഒക്കെ കൊടുക്കുന്ന ഫേമുകളുണ്ട്, കമ്പനികളുണ്ട്. അപ്പൊ അവര് കൊടുക്കുന്നത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ, അതായത് ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ കൊടുക്കുന്ന കമ്പനീസ് ഈ ഒരു സർവീസ് കൊടുക്കുന്നത് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ആ രജിസ്റ്റേർഡ് പേഴ്സന്റെ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ. ഇപ്പൊ കൃഷ്ണപ്രിയയുടെ കമ്പനി, ജോലി ചെയ്യുന്ന കമ്പനി ട്രെയിനിങ് തരിക. ഓക്കെ. കൃഷ്ണപ്രിയ ജോലി ചെയ്യുന്ന കമ്പനി ട്രെയിനിങ് തരികയാണ്. അപ്പൊ ആ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഞാനാണ്.
ആ. ഓക്കെ ഉം. ഓക്കെ ആണോ? അതെ അതെ. അപ്പൊ ഞാൻ കൃഷ്ണപ്രിയയുടെ കമ്പനിക്ക് കൊടുക്കുമ്പോൾ കമ്പനി രജിസ്റ്റേർഡ് ആണെങ്കിൽ കമ്പനിയുടെ ലൊക്കേഷൻ എനിക്ക് എന്ത് ചെയ്യാം പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എഴുതാം. ആ. ഇനി അൺരജിസ്റ്റേർഡ് ആണെങ്കിലോ എവിടെ വെച്ചാണോ ആ ട്രെയിനിങ് നടക്കുന്നത്, ആ പെർഫോമൻസ് അപ്രൈസൽ നടക്കുന്നത്, ആ പ്ലേസ്. ഓക്കെ, ആ. ഇതോടെ പറയണോ? എന്നോടൊന്ന് പറഞ്ഞു. ഇതോടെ പറയാം, ശ്രദ്ധിച്ചോ. ഉം. Supply of service provided by way of training and performance appraisal to a registered person. എന്റെ കമ്പനി എന്ന് പറയുന്നത് ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഉം. അപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കൃഷ്ണപ്രിയയുടെ കമ്പനിക്ക് ഞാൻ ഈ ഒരു ട്രെയിനിങ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണ്. ആ. അപ്പോ കൃഷ്ണപ്രിയയുടെ ആ ഒരു കമ്പനിയുടെ ലൊക്കേഷൻ ആണ് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് വരിക. ആ. ഇനി കൃഷ്ണപ്രിയയുടെ കമ്പനി അൺരജിസ്റ്റേർഡ് ആണെങ്കിലോ എവിടെയാണോ ഞാൻ നടക്കുന്നത്? എവിടെ വെച്ചാണോ ഈ ട്രെയിനിങ് നിങ്ങൾക്ക് തരിക ആ പ്ലേസ്. ആ. ഓക്കെ, ആ. ശരി. എക്സാമ്പിൾ നോക്കാം. Isad stays in Delhi but visits a nearby gymnasium in Noida, UP. ഇസഡ് എന്ന് പറയുന്ന ആള് ഡൽഹിയിലുള്ള വ്യക്തിയാണ്. ഇസഡ് എന്ന് പറയുന്ന ആള് ഡൽഹിയിലുള്ള വ്യക്തിയാണ്. അയാള് യു പി നോയിഡ എന്ന് പറയുന്നത് യു പിയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെയുള്ള ജിംനാസ്യത്തിൽ പോയി ജിം അടിക്കുക. അപ്പൊ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? നോയിഡ, യു പി. കാരണം എവിടെയാണോ ആ ഒരു ജിമ്മടി നടക്കുന്നത് അല്ലെ, ആ ജിംനാസ്യം ഉള്ളത്, എവിടെ പോയാണോ അയാൾ ആ വർക്കൗട്ട് ചെയ്യുന്നത്, ആക്ച്വലി പെർഫോം ചെയ്യുന്നത്, ആ പ്ലേസ്. ക്ലിയർ അല്ലേ? അടുത്തത് എക്സാമ്പിൾ 12 നോക്കി. സെക്ഷൻ 12 സബ്സെക്ഷൻ 5. ഇസഡ് carries performance appraisal of the employees of XYZ if firm. അപ്പൊ ഇസഡ് ആണ് ഇവിടെ സപ്ലയർ. ഇസഡ് ആണ് പെർഫോമൻസ് അപ്രൈസൽ ആർക്ക് കൊടുക്കുന്നത്? XYZ കൊടുക്കുന്നത്. ഇപ്പൊ റെസിപ്പിയന്റ് XYZ ആണ്. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അയാള് നോട്ട് രജിസ്റ്റേർഡ് ആണെന്ന് പറയുന്നു. റെസിപ്പിയന്റ് നോട്ട് രജിസ്റ്റേർഡ് ആണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? എവിടെയാണോ നടക്കുന്നത്? വെരി ഗുഡ്. എവിടെയാണോ നടക്കുന്നത് ആ സ്ഥലം അല്ലേ? XYZ, അതായത് ഈ റെസിപ്പിയൻ കമ്പനി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന മൊറാദാബാദിലാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്രൈസൽ നടക്കുന്നത് എവിടെയാ? നൈനിതൽ. സോ ഈ നൈനിതൽ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. കണ്ടോ? നോർമൽ കോഴ്സില് XYZ സ്ഥലമായ മൊറാദാബാദിലാണ് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ പറയുന്നുണ്ട്, പ്രത്യേകമായിട്ട് അവർ എടുത്തു പറയുന്നു, അപ്രൈസൽ എവിടെയാ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ട്രെയിനിങ് എവിടെയാ കൊടുക്കുന്നത്? നൈനിതലില്. സോ നൈനിതലാണ് എന്ത് പ്ലേസ് ഓഫ് സപ്ലൈ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല, മനസ്സിലായി. ക്ലിയർ അല്ലേ? അതെ. മഴയുണ്ടോ അവിടെ? മഴയാ. ഇവിടെ ഓഡിയോ ക്ലിയർ ആണല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ, സൗണ്ട് ഉണ്ടല്ലോ അല്ലേ? സൗണ്ട് ഇത്തിരി കുറവാണല്ലോ, പക്ഷെ കുഴപ്പമില്ല. ബ്രേക്ക് ഒന്നും ആവുന്നില്ലല്ലോ? ഇല്ല. സെക്ഷൻ 12 സബ്സെക്ഷൻ 6. Supply of service provided by way of admission to a cultural, artistic, sporting, scientific, educational, entertainment, event, amusement park or any other place and service ancillary thereto. അതായത് കൃഷ്ണപ്രിയ കൊൽക്കത്തയിൽ നിന്ന് നമ്മുടെ കൊച്ചിയിലുള്ള വണ്ടർലയിലേക്ക്, അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് വരിക. അമ്യൂസ്മെന്റ് പാർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുമല്ലോ? പ്രൊവൈഡ് ചെയ്യില്ലേ? ചെയ്യോ? ടിക്കറ്റ് വാങ്ങുന്നു, നമ്മളെ അകത്ത് കയറ്റുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും അവരാണ് നിയന്ത്രിക്കുന്നത് അല്ലേ? സോ അങ്ങനെ വരുമ്പോ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? എവിടെയാണോ ആ പാർക്ക് ഉള്ളത് ആ സ്ഥലം. ഓക്കെ ആണോ? അതെ. ഓക്കെ. കൃഷ്ണപ്രിയ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വരികയാണ്. ശോഭന
ശോഭന മാമിന്റെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ വരുന്നത്. ടിക്കറ്റ് വെച്ചിട്ടുള്ള പരിപാടിയാണ്. പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? ആ ഇവന്റ് എവിടെയാണോ ഹെൽഡ് ചെയ്യപ്പെടുന്നത് ആ സ്ഥലം. ഓക്കെ ഓക്കെ ആണോ? അതെ അതെ. ഓക്കെ, അതാണ് ഈ സംഗതി. അതാണ് ഈ സംഗതി. ഇനി അടുത്ത സെക്ഷനും കൂടെ പറഞ്ഞിട്ട് എക്സാമ്പിളിലേക്ക് പോവാം. പോരെ? ഇത് മനസ്സിലായിരുന്നോ? 12 സബ്സെക്ഷൻ 6. മനസ്സിലായി മനസ്സിലായി. സപ്ലൈ ഓഫ് സർവീസ് പ്രൊവൈഡ് ബൈ വേ ഓഫ് ഓർഗനൈസിംഗ് ഓഫ് എ കൾച്ചറൽ, സ്പോർട്ടിംഗ്, സയന്റിഫിക്, എഡ്യൂക്കേഷണൽ. ഞാൻ എല്ലാം ഒന്നും വായിക്കുന്നില്ല. ഇവന്റ് മാനേജ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇവന്റ് മാനേജ്മെന്റ് കൺസൾട്ടൻസി ഫേമുകളില്ലേ, ഇവന്റ് മാനേജ്മെന്റ് ടീമുകളില്ലേ, അവര് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് കൊടുക്കുന്നതെങ്കിൽ റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ. ഇവന്റ് മാനേജ്മെന്റ് കമ്പനി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ ലൊക്കേഷൻ ആയിരിക്കും ഏത്? പ്ലേസ് ഓഫ് സപ്ലൈ. ക്ലിയർ അല്ലേ? ഇനി അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ് ഇവന്റ് മാനേജ്മെന്റ് കമ്പനി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിലോ, അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിലോ ആ ഇവന്റ് എവിടെയാണോ നടക്കുന്നത് ആ സ്ഥലം. ഓക്കെ ആണോ? ഇനി ഈ ഇവന്റ് നടക്കുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിലോ റെസിപ്പിയന്റിന്റെ സ്ഥലം. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇവന്റ് മാനേജ്മെന്റ് കമ്പനി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ രജിസ്റ്റേർഡ് പേഴ്സന്റെ ലൊക്കേഷൻ, റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ നമുക്ക് പ്ലേസ് ഓഫ് സപ്ലൈ എടുക്കാം. അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ എവിടെയാണോ ആ ഇവന്റ് നടക്കപ്പെടുന്നത് ആ സ്ഥലം. ആ ഇവന്റ് എവിടെയാണോ നടക്കപ്പെടുന്നത് ആ സ്ഥലം. ഇനി ആ ഇവന്റ് നടക്കുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിലോ റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ എവിടെയാണോ ആ സ്ഥലമായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ ഓക്കെ. കറണ്ട് പോയി. എക്സാമ്പിളിലേക്ക് വരാം. എക്സാമ്പിൾ 12 നോക്കിയേ. സെക്ഷൻ 12 സബ്സെക്ഷൻ 6 ആണ്. ഇസഡ് കംസ് ടു വിസിറ്റ് ഷിംല ഫ്രം ഡൽഹി. ഇസഡ് ഡൽഹിയിൽ നിന്നും ഷിംലയിലേക്ക് വരികയാണ്. ഇസഡ് ഡൽഹിയിൽ നിന്നും ഷിംലയിലേക്ക് വരികയാണ്. ഹി എൻജോയ്സ് എ പ്ലേ ഇൻ എ തിയേറ്റർ ഇൻ ഷിംല. അയാളൊരു തിയേറ്ററിക്കൽ ആർട്ട് ഫോം എവിടെ എൻജോയ് ചെയ്യുന്നു? ഷിംലയിൽ എൻജോയ് ചെയ്യുകയാണ്. അതിന് പേയ്മെന്റും അയാൾ അവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? ഷിംല. ഷിംല. കാരണം എന്താ? റീസൺ എന്താ? ആ ഇവന്റ് എവിടെയാണോ നടക്കുന്നത് ആ സ്ഥലം അല്ലേ? ആ ആർട്ടിസ്റ്റിക് ഇവന്റ് എവിടെയാണോ നടക്കുന്നത് ആ സ്ഥലം. അങ്ങനെയല്ല നമ്മൾ പറഞ്ഞേ അല്ലേ? ആ ഓക്കെ. അടുത്ത എക്സാമ്പിൾ നോക്കിയേ. സെക്ഷൻ 12 സബ്സെക്ഷൻ 7 എക്സാമ്പിൾ നോക്കിയേ. എ കമ്പനി ഹാവിംഗ് പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഹൈദരാബാദ്, ആന്ധ്രാപ്രദേശ്. എന്ന് പറയുന്ന കമ്പനിയുടെ പ്ലേസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലാണ്. എന്ന് പറയുന്ന കമ്പനിയുടെ പ്ലേസ് ഓഫ് ബിസിനസ് ആന്ധ്രാപ്രദേശിലാണ്. അവർ രജിസ്റ്റേർഡും ആണ്. ഓക്കെ. ഹയേഴ്സ് ദ സർവീസ് ഓഫ് എക്സ് ഓഫ് ഡൽഹി. സോ ഇവിടെ സപ്ലയർ എന്ന് പറയുന്നത് ഹയർ ചെയ്യുന്ന ആരെയാ? എക്സിനെ അല്ലേ? സോ സപ്ലയർ എക്സ് ഓഫ് ഡൽഹി. റെസിപ്പിയന്റ് ആരാ? പറഞ്ഞേ. റെസിപ്പിയന്റ് ആരാ? ഹയർ ചെയ്യുന്നേ? എ എന്ന് പറയുന്ന ആള് അല്ലേ? ആന്ധ്രാപ്രദേശിലുള്ള എ എന്ന് പറയുന്ന കമ്പനി. അപ്പൊ ഈ സപ്ലയർ ആരാ, റെസിപ്പിയന്റ് ആരാണെന്ന് ഇതുപോലെ അങ്ങ് ആദ്യം എഴുതിയിട്ടേക്കണം. പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസിന്റെ ചോദ്യങ്ങൾക്ക്, സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ ചോദ്യങ്ങൾക്കും ഇത് ആദ്യം തിരിച്ചങ്ങ് എഴുതിയിട്ടേക്കണം. അങ്ങനെയാണ് പകുതി ഓക്കെ ആണ് കേട്ടോ. അപ്പോ എന്തിനാണ് ഇയാളെ ഹയർ ചെയ്യുന്നത്? പ്രമോഷണൽ ഇവന്റുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രമോഷണൽ ഇവന്റുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സിനെ നമ്മുടെ എയെ ഹയർ ചെയ്യുന്നത്. എവിടാണിത് ഈ ഒരു പ്രമോഷണൽ ഇവന്റുകൾ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്? ഓൾ ദ മെട്രോപൊളിറ്റൻ സിറ്റീസ്. ഒരു പ്രത്യേക സ്ഥലമെന്നൊന്നും പറയുന്നില്ല.
എല്ലാ മെട്രോപൊളിറ്റൻ സിറ്റീസിലും പ്രൊമോഷണൽ ഇവന്റ്സ് കണ്ടക്ട് ചെയ്യണമെന്നാണ് എ എക്സിനോട് പറയുന്നത്. അങ്ങനെ വരുമ്പോ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? ഇയാള് രജിസ്റ്റേർഡ് ആണ് കേട്ടോ, രജിസ്റ്റേർഡ് ആണ്. രജിസ്റ്റേർഡ് ആണെങ്കിൽ ഏതായിരിക്കും? ഹൈദരാബാദ്. ഹൈദരാബാദ്, ആന്ധ്രാപ്രദേശ്. ക്ലിയർ അല്ലേ? അതെ അതെ. ഇൻ ദ എക്സാമ്പിൾ 13, മുകളിലത്തെ എക്സാമ്പിളില് ഈ ഇവന്റ് നടന്നിരിക്കുന്നത് ന്യൂയോർക്ക് ആൻഡ് ലണ്ടനിലാണെങ്കിലോ, ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിലോ ഈ ഇവന്റുകൾ നടന്നിരിക്കുന്ന ഓർഗനൈസേഷണൽ പ്രൊമോഷണൽ ഇവന്റുകൾ നടന്നിരിക്കുന്നത് ലൊക്കേഷൻ ഓഫ് റെസിപ്പിയന്റ് റെസിപ്പിയന്റ് അത് തന്നെ സെയിം ഹൈദരാബാദ്, അതായത് ആന്ധ്രാപ്രദേശ് വരും അല്ലേ? അതെ അതെ. ഇനി നമ്മൾ മുമ്പേ ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അപ്പോഷൻ ചെയ്യുന്ന പ്രൊവിഷൻ. സോ ഇവന്റിന്റെ കാര്യത്തിലും അവിടെ അപ്ലിക്കബിലിറ്റി ഉണ്ട്, നോക്കിക്കോളൂ. An event management company E has to organize some promotional events in states S1 and S2 for a recipient R. ഇവിടെ ആരാണ് സപ്ലയർ? ആരാണ് സപ്ലയർ? ഇ അല്ലേ? അതെ. ഇവന്റ് മാനേജ്മെന്റ് കമ്പനി. അയാൾ എവിടെ ഉള്ളേ? എവിടെ ഉള്ളതെന്ന് പറയുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അത് വേണ്ട, വിട്ടാരെ. റെസിപ്പിയന്റ് ആരാ? റെസിപ്പിയന്റ് ആരാ? ആർ. അൺരജിസ്റ്റേർഡ് ആണ് അല്ലേ? ഇതൊക്കെ അങ്ങ് എഴുതി വെക്കണം ആദ്യം. 3 ഇവന്റുകൾ എവിടെയാണ് ഓർഗനൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? സ്റ്റേറ്റ് 1-ല് 3 ഇവന്റുകൾ, പ്രൊമോഷണൽ ഇവന്റുകൾ നടത്തപ്പെട്ടിട്ടുള്ളത് S1-ലും 2 ഇവന്റുകൾ S2-ലുമാണ് നടക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, മൊത്തം 5 ഇവന്റുകൾ ഉണ്ട്, 5 പ്രൊമോഷണൽ ഇവന്റുകൾ ഉണ്ട്. അതിൽ 3 എണ്ണം S1-ലും 2 എണ്ണം S2-ലും. അപ്പൊ ഇതിന് രണ്ടിലൂടെ നമ്മുടെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ആയിട്ടുള്ള ഈ വാങ്ങുന്നത് എത്ര? ആറിൽ നിന്ന് 10 ലക്ഷം രൂപ. ഈ 5 ഇവന്റുകൾക്ക് 2 സ്റ്റേറ്റുകളിലായിട്ട് നടക്കുന്ന 5 ഇവന്റുകൾക്ക് ആറിൽ നിന്ന് നമ്മുടെ എന്ന് പറയുന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനി എത്ര രൂപയാണ് വാങ്ങുന്നത്? 10 ലക്ഷം രൂപ. ഇത് ഏത് റേഷ്യോയിൽ വീതിക്കും? 3:2 റേഷ്യോയിലാണോ? ആണോ? പറഞ്ഞോ. 3 ഇവന്റുകൾ നടക്കുന്ന S1-ല്. സോ അതിന്റെ വാല്യൂ അങ്ങോട്ടേക്ക് അപ്പോഷൻ ചെയ്യണം. അതായത് 10 ലക്ഷത്തിന്റെ ഇൻറ്റു 3/5 അല്ലേ? എത്ര വരും? 6 ലക്ഷം S1-ലേക്ക് പോകും. 10 ലക്ഷം ഇൻറ്റു 2/3. സോറി, 2/3 അല്ല, 2/5. 5 അല്ല മൊത്തം, 2/5. അതായത് 40,000 അങ്ങോട്ട് പോകും. സോറി 4 ലക്ഷം അങ്ങോട്ട് പോകും. 6 ലക്ഷം S1-ലേക്കും 4 ലക്ഷം S2-ലേക്കും പോകും. പ്ലേസ് ഓഫ് സപ്ലൈ രണ്ടിടത്തും ഉണ്ടോ? ഉണ്ട്. S1-ഉം S2-ഉം പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. അടുത്ത സെക്ഷൻ പഠിക്കാം. Section 12, Subsection 8. Supply of service by way of transportation of goods including by mail or courier. Transportation of goods ആണ് ഉദ്ദേശിക്കുന്നത്. Transportation of goods by mail or courier. മെയിലിലൂടെയും കൊറിയറിലൂടെയും ഒക്കെ നമ്മൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരുടെ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാണ്? നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് രജിസ്റ്റേർഡ് റെസിപ്പിയന്റിനാണെങ്കിൽ, നമ്മൾ കൊടുക്കുന്നത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അയാളുടെ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ. ഇനി അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ സപ്ലയറിന്റെ ലൊക്കേഷൻ അല്ല കൊടുക്കേണ്ടത്. ഇത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് എവിടെ വെച്ചാണോ കയറ്റുന്നത്, ഹാൻഡ് ഓവർ ചെയ്യുന്നത്, ആ പ്ലേസ്. ഓക്കെ, ക്ലിയർ ആയോ?
ആ ഞാനൊരു കൊറിയർ കൃഷ്ണപ്രിയക്ക് അയക്കുകയാണ്. കൃഷ്ണപ്രിയ കേരളത്തിലാണുള്ളത്, ഞാൻ തമിഴ്നാട്ടിലും. ആ ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് അയക്കുന്നത് അല്ലേ? അതെ തമിഴ്നാട്ടിൽ നിന്നാണ് ഞാൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉപയോഗിച്ച് കേരളത്തിലേക്ക് എത്തിക്കുന്നത്. സോ തമിഴ്നാടാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ആ ഹാൻഡ് ഓവർ ചെയ്യുന്ന പ്ലേസ് എവിടെയാണോ, ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്ന പ്ലേസ് എവിടെയാണോ, അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ക്ലിയർ? ആ എക്സാം ചോദിക്കോ? ABC is a registered company in Kolkata. ABC എന്ന് പറയുന്നത് ഒരു രജിസ്റ്റേർഡ് കമ്പനിയാണ്, കൊൽക്കത്തയിലുള്ളതാണ്. ഇറ്റ് ഹയേഴ്സ് ദ സർവീസ് ഓഫ് എ കൊറിയർ കമ്പനി ഇൻ ചെന്നൈ. അവര് ചെന്നൈയിലുള്ള ഒരു കൊറിയർ കമ്പനിയുടെ സർവീസ് അവൈൽ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ സപ്ലയർ ആരാണ്? കൊറിയർ കമ്പനി അല്ലേ, ചെന്നൈയിലുള്ള കൊറിയർ കമ്പനി. റെസിപ്പിയന്റ് ആരാ? ABC കമ്പനി അല്ലേ, ആണോ? അല്ലേ? അതെ അതെ അവരെവിടെ ഉള്ള? കൊൽക്കത്തയാണോ? അതെ അതെ സപ്ലയറും റെസിപ്പിയനും നമ്മൾ എഴുതി വെച്ചു. എന്താ ഇവിടെ അയക്കേണ്ടത്? ടു സെൻഡ് സം ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് ഫ്രം ചെന്നൈ ഓഫീസ് ടു ന്യൂഡൽഹി ബ്രാഞ്ച്. ചെന്നൈ ഓഫീസിൽ നിന്നും ന്യൂഡൽഹി ബ്രാഞ്ചിലേക്കാണ് ഈ ഒരു ഡോക്യുമെന്റ്സ് എത്തിക്കേണ്ടത്. ഓക്കെ, ചെന്നൈ ഓഫീസിൽ നിന്നും ന്യൂഡൽഹി ബ്രാഞ്ചിലേക്കാണ്, അതായത് ABC കമ്പനിയുടെ ന്യൂഡൽഹി ബ്രാഞ്ചിലേക്കാണ് ഗുഡ്സ് എത്തിക്കേണ്ടത്. ഞാൻ വരയ്ക്കുന്ന കാണുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഇങ്ങനെ വരുമ്പോ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാണെന്നുള്ളതാണ് ചോദ്യം. രജിസ്റ്റേർഡ് പേഴ്സൺ ആണോ ഈ സർവീസ് നമ്മൾ കൊടുക്കുന്നത്? ആണോ? ഇവിടുത്തെ റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണോ? ABC കമ്പനി ആണോ? അല്ല, അൺരജിസ്റ്റേർഡ് അല്ലേ? അതെ ആണെന്നോ അല്ലെന്നോ? ആണ്, അൺരജിസ്റ്റേർഡ്. ABC കമ്പനി റെസിപ്പിയൻ കമ്പനി രജിസ്റ്റേർഡ് ആണ്. അങ്ങനെ ആവുമ്പോ റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ ആയിരിക്കും എന്ത്? പ്ലേസ് ഓഫ് സപ്ലൈ. ഇനി അതല്ല എങ്കിൽ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു നമ്മുടെ പ്രൊവിഷൻ? രജിസ്റ്റേർഡ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊവിഷൻ എങ്ങനെയാ? ലൊക്കേഷൻ എവിടെയാണോ? ലൊക്കേഷൻ, അതായത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്, ഇത് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഗുഡ്സ് നമ്മൾ എവിടെ വെച്ചാണോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആ ലൊക്കേഷൻ. എവിടെ നിന്നാ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഫ്രം ചെന്നൈ ഓഫീസ് ടു ഡൽഹി അല്ലേ? അതെ. സോ ചെന്നൈ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ, രജിസ്റ്റേർഡ് അല്ലെങ്കിൽ കേട്ടോ. കൊറിയർ, മെയിൽ ഇതിന്റെയൊക്കെ കേസാണ് പറയുന്നത്. അടുത്ത ചോദ്യം അതുമായിട്ട് സെയിം ആണ്, സെയിം പ്രൊവിഷന്റെ സെയിം സെക്ഷന്റെ പ്രോബ്ലം ആണ്. എക്സ് ഈസ് വർക്കിംഗ് ഇൻ ആൻ MNC ഇൻ ബാംഗ്ലൂരു. എക്സ് ഒരു MNCയിൽ വർക്ക് ചെയ്യാണ്. ബാംഗ്ലൂരാണ് MNC ഉള്ളത്. ഹി ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ടു പൂനെ. അയാൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫേർഡ് ആയി? പൂനെയിലേക്ക് ട്രാൻസ്ഫേർഡ് ആയി. അയാൾ ആരുടെയോ സർവീസ് അവൈൽ ചെയ്തിട്ടുണ്ട്, മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സ്, ടു ഷിഫ്റ്റ് ഹിസ് ഹൗസ് ഹോൾഡ് ഗുഡ്സ് ഫ്രം ബാംഗ്ലൂർ ടു പൂനെ. ഓക്കെ, ഇവിടുത്തെ സപ്ലയർ എന്ന് പറയുന്നത് ആരാ? പറഞ്ഞേ. അത് ക്ലിയർ ആയിട്ടില്ല. സപ്ലയർ അങ്ങനെയാണ് കണ്ടുപിടിക്കുക, റെസിപ്പിയന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ക്ലിയർ ആയിട്ടില്ല. ഞാൻ കൃഷ്ണപ്രിയ ഹയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരുടെയോ സർവീസ് അവൈൽ ചെയ്യാന്നുള്ളതല്ലേ അതിനർത്ഥം? കൃഷ്ണപ്രിയ ഞാൻ ഹയർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് കൃഷ്ണപ്രിയയുടെ സർവീസ് വേണം എന്നല്ലേ അർത്ഥം? ആണോ? ആണോ? അപ്പൊ ഇവിടുത്തെ സപ്ലയർ ആരാ? മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സ് അല്ലേ? അതെ അതെ. അത് മനസ്സിലാക്കിയിട്ടേ ബാക്കി പറയുന്നുള്ളൂ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കും. ഇച്ചിരി സ്പീഡ് കൂടിയെന്ന് എനിക്കറിയാം. വായിച്ചോളൂ, ഒന്നുകൂടെ വായിച്ചു.
എക്സ് എന്ന് പറയുന്ന ആള് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന ഒരു MNC വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി. അയാള് പൂനെയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഓക്കെ, ഫൈൻ. അയാൾ ഒരാളുടെ സർവീസ് ഹയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സപ്ലയർ ആരാണ്? മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സ് ആണ്. എന്തിനാണ് ഈ സർവീസ് അവൈൽ ചെയ്ത് ഹയർ ചെയ്ത്? എന്തിനാ? അയാളുടെ വീട്ടു സാധനങ്ങൾ അയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, ബാംഗ്ലൂരിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹൗസ് ഹോൾഡ് ഗുഡ്സ് എങ്ങോട്ടേക്ക് എത്തിക്കണം? പൂനെയിലേക്ക് എത്തിക്കണം. സോ ഈ മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സ് എവിടെ ഉള്ളവരായിരിക്കും? തീർച്ചയായിട്ടും ബാംഗ്ലൂരുള്ളവരായിരിക്കും. ഒരിക്കലും പൂനെ എന്നുള്ളവരെ ഇവിടെ വരുത്തി അങ്ങോട്ടേക്ക് കയറ്റി അയക്കാനായിട്ട് മുതിരില്ല, അത് ചെലവ് കൂടുതലാണ്. അതുകൊണ്ട് ബാംഗ്ലൂരുള്ള ഈ ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ, മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സിനെയാണ് നമ്മൾ സമീപിക്കുക. അവരെ കൊണ്ട് നമ്മുടെ സാധനങ്ങൾ, ബാംഗ്ലൂരുള്ള സാധനങ്ങൾ എങ്ങോട്ടേക്ക് എത്തിക്കുന്നു? പൂനെയിലേക്ക് എത്തിക്കുന്നു. അല്ലേ? ശരിയല്ലേ? ഇപ്പൊ സിറ്റുവേഷൻ മനസ്സിലായോ? ഇവിടുത്തെ റെസിപ്പിയന്റ് ആരാ? റെസിപ്പിയന്റ് ആരാ? എക്സ്. എവിടുത്തുകാരനാ? ബാംഗ്ലൂരു. അല്ലേ? രജിസ്റ്റേർഡ് ആണോ? സിൻസ് എക്സ് ഈസ് അൺരജിസ്റ്റേർഡ് ആണെന്ന് പറയുന്നുണ്ട്. അൺരജിസ്റ്റേർഡ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? രജിസ്റ്റേർഡ് ആണെങ്കിൽ നമുക്ക് റെസിപ്പിയന്റിന്റെ പ്ലേസ് കൊടുക്കാൻ പറ്റും, ബാംഗ്ലൂർ കൊടുക്കാൻ പറ്റും. രജിസ്റ്റേർഡ് അല്ലെങ്കിലോ? എവിടെ നിന്ന് ഇത് ഷിഫ്റ്റ് ചെയ്യുന്നത്? എവിടെ നിന്ന് ഇത് ഷിഫ്റ്റ് ചെയ്യുന്നത്? ബാംഗ്ലൂരിൽ നിന്ന്. സോ ബാംഗ്ലൂർ തന്നെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കി കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. സപ്ലയർ ആരാണ്, റെസിപ്പിയന്റ് ആരാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്തതാണ് കേട്ടോ. അടുത്തേക്ക് പോവാം. Section 12, subsection 9. Section 12, subsection 9. Supply of passenger transportation service. Supply of passenger transportation service. അതായത് കേരളത്തിലുള്ള ഞാന് ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള, ചെന്നൈയിൽ നിന്നും കർണാടകയിലേക്ക്, തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാം. ഓക്കെ, അതായത് കേരളത്തിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഞാൻ, തമിഴ്നാട് നിന്ന് കർണാടക പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇവിടെ റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ ഏതാണോ അത്. ഓക്കെ, ക്ലിയർ ആണോ? ഞാനാണ് റെസിപ്പിയന്റ് അല്ലേ, എനിക്കല്ലേ അവർ സർവീസ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. റെസിപ്പിയന്റ് ആയ കേരളക്കാരനായ എന്റെ ലൊക്കേഷൻ എവിടെയാണോ അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. സോ കേരള. ഓക്കെ, എന്നാൽ ഇയാൾ രജിസ്റ്റേർഡ് അല്ല, കേരളത്തിലുള്ള ഞാൻ രജിസ്റ്റേർഡ് അല്ല. അങ്ങനെ വരുമ്പോ എവിടെ നിന്നാണോ ഇയാൾ കയറുന്നത്, എവിടെ നിന്നാണോ ഇയാള് എംബാർക്ക് ചെയ്യപ്പെടുന്നത്, ആ വെഹിക്കിളിൽ കയറുന്നത്, ആ സ്ഥലമായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, ക്ലിയർ ആയോ? എക്സാമ്പിൾ നോക്കാം. Mr. C travels from Mumbai to Nagpur. Mr. C മുംബൈയിൽ നിന്ന് നാഗ്പൂരേക്ക് ട്രാവൽ ചെയ്യാണ്. സി എന്ന് പറയുന്ന ആൾ എവിടെ രജിസ്റ്റർ ചെയ്തത്? ഡൽഹിയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളാണ്. Therefore the place of supply ഏതായിരിക്കും? രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളാണ്. സോ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? ഡൽഹി. രജിസ്റ്റേർഡ് ആണ്, റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണ്. ഏതായിരിക്കും? കേട്ടില്ല. ഡൽഹി. അടുത്ത ചോദ്യം. മിസ്റ്റർ എ ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അയാൾ കൊൽക്കത്തയിൽ ജീവിക്കുന്നു. അയാളുടെ അഡ്രസ് സപ്ലയറിന് അറിയാം. അഡ്രസ്
സപ്ലയറിന് അറിയാം. അതൊന്നും ഇവിടെ ആവശ്യമേ ഇല്ല കേട്ടോ, അതൊന്നും ഇവിടെ ആവശ്യമേ ഇല്ല. ഹി ബോർഡ്സ് എ ട്രെയിൻ അറ്റ് ജയ്പൂർ ടു ട്രാവൽ ടു കൊൽക്കത്ത. അയാള് ട്രെയിനിൽ കയറുന്നത് ജയ്പൂരിൽ നിന്നാണ്. എങ്ങോട്ടേക്ക് പോകാനാണ്? കൊൽക്കത്തയിലേക്ക് പോകാൻ. പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? ജയ്പൂർ. ഏതായിരിക്കും? ജയ്പൂർ. ജയ്പൂർ. കാരണം എന്താ? എന്താ ഇതെടുക്കാൻ കാരണം? അവിടെ അൺരജിസ്റ്റേർഡ് റെസിപ്പിയൻ അൺരജിസ്റ്റേർഡ് ആണ്, അതുകൊണ്ട്. ഓക്കെ, എക്സാമ്പിൾ 20 നോക്കിയേ. എക്സാമ്പിൾ 20 വേണ്ട, വിട്ടാരെ. ഇത് നോക്കിയോ, എക്സാമ്പിൾ 21 നോക്കി. സാക്ഷാം ബുക്സ്. സാക്ഷാം എന്ന് പറയുന്ന ഒരാള് ബുക്ക് ചെയ്യാണ്, എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യാണ് ഫ്രം ഡൽഹി ടു ഗോവ ആൻഡ് ബാക്ക് ഫ്രം ഗോവ ടു ഡൽഹി. ഡൽഹിയിൽ നിന്ന് ഗോവയിലേക്ക് പോകാനും ഗോവയിൽ നിന്ന് ഡൽഹിയിലേക്ക് വരാനും ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാണ്. ഹി ബൈസ് ദ ടിക്കറ്റ് ഇൻ ഹരിയാന. അയാൾ ടിക്കറ്റ് എവിടെ നിന്നാണ് മേടിക്കുന്നത്? ഡൽഹിയിൽ നിന്നോ ഗോവയിൽ നിന്നൊന്നുമല്ല, ഹരിയാനയിൽ നിന്നാണ്. അയാൾ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നും പറയും. അങ്ങനെയാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും കൃഷ്ണപ്രിയെ? ഈ ട്രാവലിന്റെ പറ, ഈ ജേർണിയുടെ ആദ്യം പറ. ഡൽഹി. ഈ ജേർണിയുടെയോ? ഗോവ. സിമ്പിൾ അല്ലേ? ഉള്ളൂ. അടുത്ത സെക്ഷൻ നോക്കാം. ഇത്ര സെക്ഷൻ ഓക്കെ ആണോ? ഓക്കെ. സെക്ഷൻ 12 സബ്സെക്ഷൻ 10. Supply of service on board a conveyance including a vessel, an aircraft, a train or motor vehicle. അതായത് ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ജേണിക്കിടയിൽ പേയ്മെന്റ് കൊടുത്തൊരു മൂവി കാണുമെന്ന് വിചാരിച്ചോ. ഫ്ലൈറ്റിൽ TV ഉണ്ടാവും, പക്ഷെ അത് കാണണമെന്നുണ്ടെങ്കിൽ, ഒരു മൂവി അതിൽ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ നടത്തണമെന്നുണ്ടാവും അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടാവും. അപ്പൊ നമ്മളവിടെ പേയ്മെന്റ് നടത്തും അല്ലേ? അങ്ങനെ വരുമ്പോ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാണെന്നുള്ളതാണ് ചോദ്യം. നമ്മൾ യാത്രക്കിടെ എവിടെയോ വെച്ചാണ് ഇത് റീചാർജ് ചെയ്യുന്നത്, സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത്. എവിടാണെന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ വരുമ്പോ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? എവിടെ നിന്നാണോ ആ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ട്രെയിൻ അല്ലെങ്കിൽ ആ ഒരു മോട്ടോർ വെഹിക്കിൾ പുറപ്പെടുന്നത്, ജേണിക്കായിട്ട് പുറപ്പെടുന്നത്, ഫസ്റ്റ് ഷെഡ്യൂൾ ഏതാണ്, ആ സ്ഥലമായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ. സി ഈസ് ട്രാവലിംഗ് ഫ്രം മുംബൈ ടു റാഞ്ചി. ഇവിടെ സി എന്ന് പറയുന്ന ആള് മുംബൈയിൽ നിന്ന് റാഞ്ചിയിലേക്ക് ട്രാവൽ ചെയ്യാണ്. പോകുന്നതിനിടയ്ക്ക് അയാളൊരു മൂവി കാണുന്നുണ്ട്. ബൈ മേക്കിംഗ് ദ പേയ്മെന്റ് അടച്ചുകൊണ്ടാണ് മൂവി കാണുന്നത്. അങ്ങനെയാവുമ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? എവിടെ നിന്നാണ് ഈ ഡിപ്പാർച്ചർ? എവിടെ നിന്നാണ് ഈ ഫ്ലൈറ്റ് ഡിപ്പാർച്ചർ? മുംബൈ. സോ മുംബൈ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ. ഇത്ര ഓക്കെ ആണോ? ഉറപ്പാണേ? കുറച്ച് ക്വസ്റ്റ്യൻസ് നാളെ ചോദിക്കും. അതിന് ആൻസറുകൾ പെട്ടെന്ന് എനിക്ക് പറഞ്ഞത് കേട്ടോ. മെസ്സേജ് ആയിരിക്കും, അപ്പൊ എനിക്ക് ആൻസർ തരണം. ഒരു അരമണിക്കൂർ സെഷൻ ആണേ. എങ്ങും നോക്കിയൊന്നും പറയാൻ പാടില്ല, ജെനുവിനായിട്ട് എനിക്ക് ആൻസർ തരും കേട്ടോ. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. സെക്ഷൻ 12 സബ്സെക്ഷൻ 11 ഞാൻ ഇവിടെ തന്നെ അങ്ങ് പറയാണ്. ഞാൻ ഇനി മുകളിലേക്ക് പോകുന്നില്ല, തിയറി എഴുതിയിരിക്കുന്നതിലേക്ക് പോകുന്നില്ല. ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ അങ്ങ് പറയാണേ. സെക്ഷൻ 12 സബ്സെക്ഷൻ 11. സർവീസസ് ബൈ വേ ഓഫ് ഫിക്സഡ് ടെലികമ്മ്യൂണിക്കേഷൻ ലൈൻ, ലീസ്ഡ് സർക്യൂട്ട്, ഇന്റർനെറ്റ് ലീസ്ഡ് സർക്യൂട്ട്, കേബിൾ ഓർ ഡിഷ് ആന്റിന. നമ്മൾ കേബിൾ എടുക്കാറുണ്ട്, ഡിഷ് ആന്റിന ഒക്കെ എടുക്കാറുണ്ട്, അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ ലാൻഡ് ലൈൻ ഒക്കെ എടുക്കാറില്ലേ, ലാൻഡ് ലൈൻ. ഇതിന്റെയൊക്കെ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാണെന്നുള്ളതാണ് ചോദ്യം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒന്നുമില്ല, ആ കണക്ഷൻ എവിടെയാണോ എടുത്തിട്ടുള്ളത്, അതായത് അതിന്റെ ലൈൻ എവിടെയാണോ കുഴിച്ചിട്ടിട്ടുള്ളത്, ആ ആന്റിന എവിടെയാണോ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്, ആ സർക്യൂട്ട് എവിടെയാണോ ഉള്ളത്, ആ സ്ഥലമായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ.
നോക്കിയേ, ബി ടേക്സ് എ ലീസ് ലൈൻ കണക്ഷൻ അറ്റ് ഹിസ് ഹൗസ് ഇൻ ജയ്പൂർ. ബി എന്ന് പറയുന്ന ആള് ഒരു ലീസ് ലൈൻ കണക്ഷൻ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ലാൻഡ് ലൈൻ കണക്ഷൻ ആയിക്കോട്ടെ, ലാൻഡ് ലൈൻ കണക്ഷൻ എടുത്തിട്ടുണ്ട് അയാളുടെ വീട്ടില്. വീട് എവിടെ? ജയ്പൂരില്. എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? മുംബൈയിലുള്ള സിയുടെ കയ്യിൽ നിന്ന്. പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? മുംബൈയോ ജയ്പൂറോ? എവിടാ? കേട്ടില്ല. ഒരു മിനിറ്റ് സാറേ. അയ്യോ, കേൾക്കുന്നില്ലല്ലോ. ഇല്ല, ഞാനത് വായിക്കുക. വായിച്ചിട്ട് പറഞ്ഞാൽ മതി, വായിച്ചിട്ട് പറഞ്ഞാൽ, ധൃതി വെച്ച് പറയണ്ട. എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്? എവിടെയാണോ ആ ലാൻഡ് ലൈൻ, അതായത് ആ ബിയുടെ വീട് എവിടെയാണോ അവിടെ ആയിരിക്കും ലാൻഡ് ലൈൻ കണക്ഷൻ എടുത്തിട്ടുണ്ടാവുക. അപ്പൊ ജയ്പൂർ. ക്ലിയർ? പോസ്റ്റ് പെയ്ഡ് മൊബൈൽ കണക്ഷൻ ആൻഡ് പോസ്റ്റ് പെയ്ഡ് ഇന്റർനെറ്റ് സർവീസ്. പോസ്റ്റ് പെയ്ഡ് ഇന്റർനെറ്റ് സർവീസ് ഇഷ്ടപ്പെട്ട് എടുത്തിട്ടുണ്ടല്ലോ വീട്ടില്. അതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെ കണ്ടുപിടിക്കുക? അതിന്റെ പ്ലേസ് ഓഫ് സപ്ലൈ ഏതാ? പോസ്റ്റ് പെയ്ഡ് എന്ന് പറയുമ്പോ ഒരു മാസം കഴിയുമ്പോ നമുക്ക് ബില്ല് വരും, നമ്മളത് അടയ്ക്കണം. അങ്ങനെയല്ലേ? അങ്ങനല്ലേ? പോസ്റ്റ് പെയ്ഡോ പ്രീപെയ്ഡോ ആയിക്കോട്ടെ, എന്താണ്, നമ്മളിവിടെ പോസ്റ്റ് പെയ്ഡിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അതായത് പോസ്റ്റ് പെയ്ഡ് ഇന്റർനെറ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ക്യാഷ് കൊടുക്കുക, അതല്ലേ? അങ്ങനെ വരുമ്പോ നമുക്ക് ബില്ല് അയക്കില്ല അവര്. കൺസേൺഡ് ഫേം എന്ത് ചെയ്യും? നമുക്ക് ബില്ല് അയക്കും. സോ ആ ബില്ലിംഗ് അഡ്രസ്സില് ഏതാണോ പ്ലേസ് ഓഫ് സപ്ലൈ, റെസിപ്പിയന്റിന്റെ സ്ഥലം, അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഇതാണ്ട് നോക്കിയേ, എ ടേക്സ് എ പോസ്റ്റ് പെയ്ഡ് ടെലിഫോൺ കണക്ഷൻ. നമ്മുടെ പോസ്റ്റ് പെയ്ഡ് ടെലിഫോൺ കണക്ഷൻ ഉണ്ടല്ലോ, പഴയ ടെലിഫോൺ കണക്ഷൻ, അതിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ എ അത് എടുത്തിട്ടുണ്ട്, വീട്ടിലേക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? എയുടെ അഡ്രസ്, സപ്ലയറിന്റെ കയ്യിലുള്ള എയുടെ അഡ്രസ്സില് ലൊക്കേഷൻ എവിടെയാണോ അത്. ക്ലിയർ? ക്ലിയർ ആണോ? സംശയമുണ്ടോ? എന്തോ ഒരു സംശയമുള്ള പോലെ. ഇല്ല സാറേ, ഞാൻ വായിച്ചിട്ട് എന്തിനുണ്ടെങ്കിൽ പറഞ്ഞോളാം. ഇപ്പം കുഴപ്പമില്ല. സംഭവം മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. ഒന്നുകൂടെ പറയാം. ഇപ്പോ ഫിക്സഡ് ടെലി കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കേബിള്, ഡിഷ്, ആന്റിന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്നതാണ് അത് അവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അല്ലേ? സോ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥലം അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. എന്നാൽ പോസ്റ്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമാണ് കാശ് കൊടുക്കേണ്ടി വരിക, അല്ലേ? അപ്പൊ അവർ നമുക്ക് ബില്ല് അയക്കും. ബില്ല് അയക്കുന്നത് ഏത് അഡ്രസ്സിലാണോ ആ അഡ്രസ്സാണ് പ്ലേസ് ഓഫ് സപ്ലൈ. പ്രീപെയ്ഡ് മൊബൈൽ കണക്ഷൻ നമ്മൾ പ്രീപെയ്ഡ് ആയിട്ട് ചാർജ് ചെയ്യാറില്ലായിരുന്നോ പണ്ടൊക്കെ? ഇപ്പോഴും ചെയ്യാറുണ്ട്, ഓൺലൈനായിട്ടൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? പണ്ട് നമ്മൾ കാർഡ് മേടിച്ച് റീചാർജ് ചെയ്യില്ലായിരുന്നോ? അങ്ങനെ വരുമ്പോ ആ റീചാർജ് കൂപ്പൺ സെല്ല് ചെയ്യുന്ന ഏജന്റ് ഇല്ലേ, അയാളുടെ ലൊക്കേഷൻ എവിടെയാണോ അത്. അപ്പൊ ഞാൻ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ഞാനൊരു കാർഡ് മേടിക്കുകയാണ്, റീചാർജ് കൂപ്പൺ മേടിക്കുകയാണ്. പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? തമിഴ്നാട് അല്ലേ? ഇനി പേയ്മെന്റ് നമ്മൾ ഓൺലൈൻ അടയ്ക്കുകയാണെങ്കിലോ, പേയ്മെന്റ് ത്രൂ നെറ്റ് ബാങ്കിങ് ഓർ ഇലക്ട്രോണിക് മോഡ് ആണെങ്കിലോ, the address of the recipient as per the records of the supplier of service. റെസിപ്പിയന്റിന്റെ അഡ്രസ് സപ്ലയറിന്റെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയന്റ് ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, നമ്മൾ ഓൺലൈൻ പേയ്മെന്റുകൾ നടത്തുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ, സപ്ലയറിന്റെ കയ്യിലുണ്ടെങ്കിൽ, അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ഥലമായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. അല്ലെങ്കിൽ അവരുടെ സ്ഥലം. കേട്ടോ? ഇതാ നോക്കി, മറ്റേ പ്രൊവിഷൻ, സ്പെഷ്യൽ പ്രൊവിഷൻ പ്രകാരമുള്ള എക്സാമ്പിൾ ആണ്. എ കമ്പനി ടി ഇൻസ്റ്റാൾസ് എ ലീസ്ഡ് സർക്യൂട്ട് ബിറ്റ്വീൻ ദ ഡൽഹി ആൻഡ് മുംബൈ ഓഫീസ് ഓഫ് എ കമ്പനി. എ കമ്പനി ടി ഇൻസ്റ്റാൾസ്, ടി എന്ന് പറയുന്ന ഒരു കമ്പനി ലീസ്ഡ് സർക്യൂട്ട് ഇൻസ്റ്റാൾ ചെയ്യാണ് ബിറ്റ്വീൻ ദ ഡൽഹി ആൻഡ് മുംബൈ ഓഫീസസ്. നമ്മുടെ കമ്പനി സിയുടെ ഡൽഹി മുംബൈ ഓഫീസിനിടയിൽ ലീസ്ഡ് സർക്യൂട്ട് എന്ത് ചെയ്യാണ്? ഇൻസ്റ്റാൾ ചെയ്യാണ്. ആര്? ടി. സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഡൽഹിയാണ്, എൻഡിങ് പോയിന്റ് മുംബൈയിൽ.
സ്റ്റാർട്ടിംഗ് പോയിന്റ് ഡൽഹിയിൽ, എൻഡിങ് പോയിന്റ് മുംബൈയിൽ. ഹെൻസ് വൺ പോയിന്റ് ഓഫ് ദിസ് സർക്യൂട്ട് ഈസ് ഇൻ ഡൽഹി ആൻഡ് അനദർ ഇൻ മഹാരാഷ്ട്ര. ഓൾറെഡി പറഞ്ഞു, ഓക്കെ, മുംബൈ മഹാരാഷ്ട്രയിലാണ്. അങ്ങനെയാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുമ്പോൾ 2 സ്റ്റേറ്റും വരും. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 2 സ്റ്റേറ്റും വരും. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് റേഷ്യോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് 1:1 എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോഷൻ ചെയ്യുക. ഓക്കെ, ഇതിവിടെ വായിച്ചു നോക്കി. ഇതിൽ ചെന്നൈ എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടില്, ബാംഗ്ലൂരും മൈസൂരും കർണാടകയാണ് കേട്ടോ. വായിച്ചു നോക്കി. ഇവിടെ സർക്യൂട്ടിന്റെ 1 പോയിന്റ് തമിഴ്നാട്ടിലും 2 പോയിന്റ് കർണാടകത്തിലുമാണ്. 1 പോയിന്റ് തമിഴ്നാട്ടിലും 2 പോയിന്റ് കർണാടകത്തിലും. സോ 1:2 ആവും റേഷ്യോ. പ്ലേസ് ഓഫ് സപ്ലൈ ഏതൊക്കെയാ? തമിഴ്നാടും കർണാടക. ബാംഗ്ലൂരു മൈസൂരു കർണാടക ആയതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം മെൻഷൻ ചെയ്തത് കേട്ടോ. 2 കർണാടകയാണ്, അല്ലാതെ തമിഴ്നാട്, ബാംഗ്ലൂരു, മൈസൂരു എന്ന് പറയരുത്. കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, കുറച്ചുകൂടെ ഞാൻ പറഞ്ഞു എന്നിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. 3-4 എക്സാമ്പിൾ കൂടി. ഓക്കെ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. സെക്ഷൻ 12 സബ്സെക്ഷൻ 12, സപ്ലൈ ഓഫ് സർവീസസ് ബൈ ബാങ്ക് ആൻഡ് എനി അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിംഗ് സ്റ്റോക്ക് ബ്രോക്കിംഗ് സർവീസ്. അതായത് ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ ഇൻക്ലൂഡിംഗ് സ്റ്റോക്ക് ബ്രോക്കിംഗ് സർവീസ്. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ റെസിപ്പിയന്റിന്റെ അഡ്രസ്, ഓക്കെ, ഒരു അഡ്രസ് ഉള്ള റെസിപ്പിയന്റിനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ അഡ്രസ്, ആ റെസിപ്പിയന്റിന്റെ അഡ്രസ് എവിടെയാണോ, ആ ലൊക്കേഷൻ എവിടെയാണോ അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. അഡ്രസ് അവൈലബിൾ അല്ലെങ്കിലോ പ്ലേസ് ഓഫ് സപ്ലൈ. സപ്ലയറിന്റെ പ്ലേസ് എവിടെയാണോ അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ബാങ്ക് അല്ലെങ്കിൽ അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് അവൈൽ ചെയ്യുന്ന ആളുടെ അഡ്രസ് അവൈലബിൾ ആണെങ്കിൽ അതാണ് ലൊക്കേഷൻ, പ്ലേസ് ഓഫ് സപ്ലൈ. അഡ്രസ് അവൈലബിൾ അല്ലെങ്കിൽ സപ്ലയറിന്റെ ലൊക്കേഷൻ. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. A buys shares from a stock broker C in Mumbai. A കുറച്ച് ഷെയർ മേടിക്കുകയാണ്. ആരിൽ നിന്നാണ് മേടിക്കുന്നത്? സ്റ്റോക്ക് ബ്രോക്കർ ആയിട്ടുള്ള C in Mumbai. സോ ഇവിടെ സപ്ലയർ ആരാ? C മുംബൈ അല്ലേ? റെസിപ്പിയന്റ് ആരാ? രാജസ്ഥാൻ A അല്ലേ? രാജസ്ഥാനിലുള്ള A അല്ലേ? ഓക്കെ, പ്ലേസ് ഓഫ് സപ്ലൈ ഈസ് ദ അഡ്രസ് ഓഫ് A. ഇവിടെ വരുമ്പോ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? കാരണം രാജസ്ഥാനാണ്, കോട്ടയിലാണെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ തന്നെ അല്ലേ? അവൈലബിൾ ആണ് അഡ്രസ്. സോ റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ക്ലിയർ അല്ലേ? സപ്ലൈ ഓഫ് ഇൻഷുറൻസ് സർവീസസ്. ഇൻഷുറൻസ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നവരുടെ പ്ലേസ് ഓഫ് സപ്ലൈ. റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ റെസിപ്പിയന്റിന്റെ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. അതർവൈസ് അഡ്രസ് ആസ് അവൈലബിൾ ഓൺ ദ റെക്കോർഡ് ഓഫ് ദി സപ്ലയർ. അതല്ലെങ്കിൽ അഡ്രസ് അവൈലബിൾ ആണെങ്കിൽ സപ്ലയറിന്റെ റെക്കോർഡ്സിൽ അഡ്രസ് അവൈലബിൾ ആണെങ്കിൽ ആ ലൊക്കേഷൻ കൊടുക്കുക. എന്തായാലും എന്തെങ്കിലും ഉണ്ടാകാതിരിക്കില്ല കേട്ടോ. രജിസ്റ്റേർഡ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റെസിപ്പിയന്റ് ലൊക്കേഷൻ എടുക്കാം. ഇനി രജിസ്റ്റേർഡ് അല്ലെങ്കിൽ അഡ്രസ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇൻഷുർഡിന്റെ അഡ്രസ് കിട്ടാതെ കൊടുക്കില്ലല്ലോ ഇൻഷുറൻസ്. സോ അഡ്രസ് അവൈലബിൾ ആയിരിക്കും, അതെന്തായിട്ട് എടുത്തോളുക, പ്ലേസ് ഓഫ് സപ്ലൈ. ക്ലിയർ? അതിന്റെ എക്സാമ്പിൾ നോക്കാം.
XY Limited is registered in Gurgaon and get his asset insured. XYZ Limited is registered in Gurgaon. അതായത് ഇവിടുത്തെ റെസിപ്പിയന്റ് എന്ന് പറയുന്നത് XY Limited ആണ്. അയാൾ എവിടെയുള്ള ഗർഗോൺ. ഗെറ്റ് ഹിസ് അസറ്റ് ഇൻഷുർഡ് എന്നാ പറഞ്ഞേക്കുന്നത്. ഗെറ്റ് ഹിസ് അസറ്റ് ഇൻഷുർഡ്. ദ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? രജിസ്റ്റേർഡ് എന്നല്ല പറയുന്നേ. ഏതായിരിക്കും? റെസിപ്പിയന്റ് ലൊക്കേഷൻ. അല്ലെങ്കിലോ? അല്ലെങ്കിൽ സപ്ലയറിന്റെ റെക്കോർഡ്സിൽ അഡ്രസ് അവൈലബിൾ ആയിരിക്കും. അത് അല്ലേ? അതെ. ലാസ്റ്റ് സെക്ഷൻ 12 നമ്മൾ ലാസ്റ്റ് പ്രൊവിഷനിലേക്ക് പോവാണ്. അതോടുകൂടി ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവും. ഇപ്പൊ പറയാം, സെക്ഷൻ 12 സബ്സെക്ഷൻ 14 എക്സാമ്പിൾ പറയാം. അതായിരിക്കും ക്ലിയർ ആവുക. ഇത് വായിച്ചു കിട്ടോ കേട്ടോ. ഇൻഷുറൻസ് പോളിസിയുടെ Delhi government contracts with an advertisement agency for promotion of a major event to be held in Delhi. ഡൽഹി ഗവൺമെന്റ് ഒരു അഡ്വർടൈസ്മെന്റ് ഏജൻസിയുമായിട്ട് ഒരു കോൺട്രാക്ട് ഏർപ്പെട്ടിരിക്കുകയാണ്. ഡൽഹിയിൽ നടക്കുന്ന ഒരു മേജർ ഇവന്റിന്റെ പ്രൊമോഷൻ ആണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്, അഡ്വർടൈസ്മെന്റ് ഏജൻസിക്ക് കൊടുത്തിരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഡൽഹി ഗവൺമെന്റ് അഡ്വർടൈസ്മെന്റ് ഏജൻസി ആയിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഡൽഹി ഗവൺമെന്റ് ഡൽഹിയിൽ ഒരു വലിയ ഇവന്റ് നടത്തുന്നുണ്ട്, മേജർ ഇവന്റ് നടത്തുന്നുണ്ട്. അതിന്റെ പ്രൊമോഷൻ ആര് ചെയ്യണം? ഈ അഡ്വർടൈസ്മെന്റ് ഏജൻസി ചെയ്യണം. എവിടെ ചെയ്യണമെന്നാണ് പറയുന്നത്? ദ ഗവൺമെന്റ് ഡിമാൻഡ്സ് ദാറ്റ് ദ ബിൽബോർഡുകൾ ഫോർ ദ സെയിം ഈ ഡിസ്പ്ലേഡ് ഓൾ ഓവർ ഇന്ത്യ. ഓൾ ഓവർ ഇന്ത്യയിൽ ഡിസ്പ്ലേ ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് എല്ലാ സ്റ്റേറ്റിലും ഡിസ്പ്ലേ ചെയ്യണമെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? all the states and all the union territories where the billboards എവിടൊക്കെയാണോ ആ ബിൽബോർഡ്സ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ആ പ്ലേസ് എല്ലാം ഇതായിട്ട് മാറും, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ക്ലിയർ? ക്ലിയർ അല്ലേ? അതെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിക്കണം. എന്നാലും നമുക്ക് ബാക്കി കുറച്ചുകൂടെ ഉള്ളൂ. സപ്ലൈ സർവീസ് കംപ്ലീറ്റ് ആവും. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, ശരി.